ഗസയിലെ സമാധാന വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിനെ പൂട്ടിയിരിക്കുകയാണ് നെതന്യാഹു. ചില മാധ്യമ മീഡിയകൾ ഇതിനെ റിപ്പോർട്ടാക്കിയിട്ട് ഹെഡ്ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് സയാമീസ് ഇരട്ടകൾ വേർപിരിയുന്നു എന്ന തരത്തിലാണ്. അവർ ഒട്ടിക്കിടക്കുന്ന രണ്ട് സയാമീസുകളായിരുന്നു. എല്ലാ വിഷയത്തിലും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുക എന്നുള്ളത് ട്രംപിന് വലിയ താല്പര്യമാണ്. ട്രംപ് വലിയ രീതിയിലുള്ള ലീഡർഷിപ്പുള്ള ഞങ്ങളുടെ നേതാവാണ് എന്ന് നെതന്യാഹു പറയാറുണ്ടായിരുന്നു. ആ തരത്തിൽ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു, അഗാധ ബന്ധം എന്നൊക്കെ പറയാം. മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുധ രാജ്യം എന്ന നിലക്ക് ഇസ്രായേലിന് പൂർണ്ണമായ രീതിയിൽ സംരക്ഷണം നൽകിയെങ്കിൽ മാത്രമേ അറേബ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ പറ്റൂ എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പോളിസി. അമേരിക്കയുടെ എല്ലാ പ്രസിഡന്റുമാരും ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഗസയിൽ ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് അത് തങ്ങൾ അംഗീകരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു. അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ മാത്രം പ്രസിഡന്റാണ്. അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല. തങ്ങളുടെ വിഷയങ്ങളും കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് തങ്ങളാണ്. അതിലൊരു രാജ്യത്തെ ഇടപെടിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗസ കരാർ അംഗീകരിക്കില്ല. ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൻ്റെ തീരുമാനം ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത്. കാരണം നെസറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് കൂടുകയും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം അമേരിക്കയുടെ എല്ലാ നിലപാടും അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾക്ക് നമ്മുടേതായിരിക്കുന്ന നിലപാടുമായിട്ട് പോകാം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. വെടിനിർത്തലും സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യവും ഈ ട്രംപ് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹമാസ് ആയുധം വെച്ച് പൂർണ്ണമായിട്ട് പിന്മാറാതെ തങ്ങൾ ഗസയിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. അങ്ങനെ ആ സമയത്ത് ഇവിടെ പ്രതിസന്ധിയായി. ഹമാസ് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ ഗസയിലെ പിന്മാറ്റം ഇസ്രായേൽ പൂർത്തീകരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ ഒരു സമാധാന കാര്യങ്ങൾ ഉണ്ടാവൂ. മാത്രമല്ല തങ്ങൾ ആയുധം അന്താരാഷ്ട്ര ഭരണ സംവിധാനത്തിൻ്റെ കൈവശത്തിലേക്ക് ആയുധം കൈമാറണമെങ്കിൽ ഇവിടെ ഭരണമാറ്റം വേണം എന്നുള്ള നിർബന്ധമാണ്. ആ കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ വെടിനിർത്തലും സാമ്പത്തിക വിഷയങ്ങളും അതോടൊപ്പം തന്നെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകളെയും പരസ്യമായ രീതിയിൽ എതിർക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ മറ്റൊരു വിഷയം പ്രധാനമായ രീതിയിലുള്ളത് തടവുകാരുടെ കൈമാറ്റം എന്നൊരു പരാമർശം അതിൽ കാണുന്നുണ്ട്. നമ്മളത് ഗൂഗിളിലൊക്കെ അതിൻ്റെ വിശദീകരണ കുറിപ്പ് നോക്കുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അതായത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അതായത് ഗസയിലുള്ള അതല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലുള്ള ഫലസ്തീനികൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇസ്രായേലിൻ്റെ തടവറയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സൈനികരും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടവരും ഹമാസിൻ്റെ കൈവശത്തിലുമുണ്ട്. ഇതൊരു വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയമാണ്. തടവുകാരുടെ കൈമാറ്റം എന്നൊരു പരാമർശം അതിൽ കാണുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് 250ഓളം ബന്ദികളെ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് അവരെല്ലാവരും വിട്ടയച്ചു. ഏറ്റവും ഒടുവിൽ ഒരാൾ കൊല്ലപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി വരെ എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ടി വലിയ തിരച്ചിൽ 10 ദിവസത്തോളം നീണ്ടുന്ന തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. ഏതായാലും നേരം കിട്ടി, കൈമാറ്റം ചെയ്തു. 250 തടവുകാരും മരണപ്പെട്ടവരും അല്ലാത്തവരും അടക്കം ഇസ്രായേൽ മടങ്ങിയെത്തി എന്നുള്ളത് കൃത്യമാണ്. പിന്നെ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ ഈ റഫ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും മധ്യ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പോരാട്ടങ്ങളും ഹമാസിൻ്റെ ആളുകളും ഇസ്രായേലിൻ്റെ ആളുകളും നടത്തിയിട്ടുണ്ട്. അതിൽ ഇസ്രായേലിൻ്റെ സൈന്യത്തെ പോലും ഹമാസ് പിടിച്ചിട്ടുണ്ട്. അത് ഒളിവിൽ താമസിപ്പിക്കുന്നുണ്ട്. അത് സൈനികർ മാത്രമല്ല, പലതരത്തിലും ഞങ്ങളെ ഉപദ്രവിച്ച ആളുകളെ തങ്ങളുടെ കൈവശത്തിലേക്ക് ഒതുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനിയും ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം. ബന്ദികളുടെ കൈമാറ്റം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രണ്ട് രാജ്യങ്ങളിലെയും പൗരന്മാരുടെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ് എന്ന് ചുരുക്കം. അപ്പോൾ അതിൽ ഇടപെടൽ കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. അങ്ങനത്തെ ഒരു വിഷയം കൂടി ഗസക്കകത്ത് നിലവിലുണ്ട്. നമ്മൾ തന്നെ പല ഘട്ടങ്ങളിലും 250 തടവുകാരെ പിടിക്കപ്പെട്ടു, അവരെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യതയോടുകൂടി പല ഘട്ടങ്ങളിൽ അത് സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്.
ആ സമയത്ത് ഒറ്റപ്പെട്ട രീതിയിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സൈന്യത്തെ ഹമാസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് 4 സൈനികർ നഷ്ടമായിട്ടുണ്ട്, അത് ഒരാളെ അങ്ങ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, 3 ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ 3 ആളെ കണ്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വന്നിട്ടില്ല. അതൊന്നല്ല, പല തരത്തിലും പല രീതിയിലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികർ യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊരു വിഷയം ഇവിടെ വരുന്നത്, ഒക്ടോബർ മാസത്തിലാണ് ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ രഹസ്യമായ രീതിയിൽ ട്രംപ് സഹായിക്കുന്നു. പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയത്തെയോ നിലപാടിനെയോ അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എതിർത്ത് സംസാരിക്കുന്നു. അത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ഇനി ഇസ്രായേൽ ലെബനാനെ ആക്രമിക്കില്ല എന്ന് കൃത്യതയോടുകൂടി പറയുകയും ചെയ്ത അന്നത്തെ രാത്രി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ ലെബനാൻ ആക്രമിക്കുന്നുണ്ട്. ഒരുപാട് പേർ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. 12 മുതൽ 68 പേരെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരമൊരു ഇടപെടൽ നടത്തുന്നതിനെ അമേരിക്ക എതിർപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാൽ അത് പാലിക്കണം എന്നുള്ളതാണ്. ആ സമയത്താണ് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്, അതല്ലാതെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയല്ല. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അത് ലോകത്തിന് മുൻപിൽ അമേരിക്കയുടെ പ്രസിഡന്റിന് വലിയ രീതിയിൽ മാനക്കേട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ ഭരണ സംവിധാനം അമേരിക്കക്കെതിരെ തിരികുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഇസ്രായേലിൻ്റെ അടിത്തറ ഇളകിപ്പോയി എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് ഇറാൻ പറയാറുണ്ട്, യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണ്. 2 മണിക്കൂർ അമേരിക്ക യുദ്ധം ചെയ്യാതിരുന്നാൽ 2 മണിക്കൂർ കൊണ്ട് ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ തങ്ങൾക്ക് ഇസ്രായേൽ, അതിൽ അമേരിക്ക ഇടപെടാതിരുന്നാൽ എന്നവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകേണ്ട രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നിലവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാത്രമേ ഉള്ളൂ. അത് വല്ലാതെ അങ്ങനെ ഉണ്ടാകും എന്നുകൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ ഈ സയാമീസ് ഇരട്ടകൾ പിരിയുക എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ ഈ അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസിലോ മറ്റോ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇസ്രായേൽ അമേരിക്കയുമായിട്ട് കൊമ്പ് കോർക്കുന്നൊരു സ്ഥിതി ഉണ്ടായാൽ അവരുടെ മരണം അടുത്തിരിക്കുന്നു എന്നവർക്ക് ഊഹിച്ചാൽ മതി. കാര്യം ഓരോരോ വർഷത്തിലും $4 ബില്യൺ ആയുധ സഹായമായിട്ട് ഇസ്രായേലിന് നൽകാൻ വേണ്ടി അമേരിക്കയുടെ സെനറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം അമേരിക്ക ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ആ റിപ്പോർട്ട് അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് പിന്നീട് ഇവിടെ പ്രത്യേകമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റിന് വലിയ റോളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനെ കൊടുക്കാനുള്ള വലിയ ശ്രമം നടത്തിയെന്ന് മാത്രമല്ല, എപ്സ്റ്റീൻ ഇസ്രായേൽ ഗവൺമെൻറ്റുമായിട്ട് വലിയ ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ രഹസ്യമായ രീതിയിലാണ് എന്ത് ചെയ്തത്, അമേരിക്കയിൽ ഇസ്രായേൽ പയറ്റിയത്. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഇടയിൽ അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്താൻ പോലും ഇസ്രായേൽ മെനക്കെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അത് അമേരിക്കയുടെ ഇൻ്റലിജൻസാണ് കണ്ടുപിടിച്ചത്. അമേരിക്കയുടെ സൈനികർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉറങ്ങുകയാണെങ്കിൽ ആ ഉറങ്ങുന്ന സമയത്ത് അവരുടെ മൊബൈൽ എടുത്തുകൊണ്ട് ചിപ്പ് മാറ്റുകയോ അതല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രവൃത്തി. അപ്പോൾ അമേരിക്കയുടെ സൈനികർ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യതയോടുകൂടി അപ്പം ഇസ്രായേലിന് അറിയാൻ വേണ്ടി സാധിക്കും. പിന്നീട് അത് പിടിക്കപ്പെട്ടു പോയി. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അമേരിക്കക്ക് പോലും പാര വെക്കാൻ മാത്രം ഇസ്രായേൽ പല ഘട്ടങ്ങളും ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന കാര്യത്തിൽ ഒരു ഐഡിയയും നിലവിൽ ട്രംപിനില്ല. കാര്യം ഇസ്രായേൽ തങ്ങളുടെ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് ഒരിക്കലും ട്രംപ് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നെതന്യാഹു ട്രംപുമായിട്ട് ഉടക്കി പിരിയുന്ന സമയത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അപ്രത്യക്ഷമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ മാറ്റി പുതിയ പ്രസിഡന്റ് ഇസ്രായേൽ അധികാരത്തിൽ വരണമെന്ന് ട്രംപ് ആലോചിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.